ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് വില്ലേജ് പറഞ്ഞൊരു ഗെയിമാണ്. ഇത് ബിൽഡിംഗ് ഡ്രാഗൺ നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആവണ വരെ ഒന്ന് കാത്തിരിക്കാം. നമ്മളിതിൽ മൈൻ ചെയ്തെടുക്കൊന്നും വേണ്ട, വേണമെങ്കിൽ മൈൻ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ക്രിയേറ്റീവാണ് കളിക്കാറ്. ക്രിയേറ്റീവാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മൈൻ ചെയ്യാൻ പറ്റും, ഇതാക്കാനും പറ്റും, സാധാ ക്രിയേറ്റീവ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എനിക്കായിട്ട് ഇതേമാതിരി കുറേ മൈൻക്രാഫ്റ്റിൻ്റെ ഡൂപ്പാണ് ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗെയിം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടു, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ചാണ്, ഇതൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല. എൻ്റെ ഒരു അനിയുണ്ട്, അവൻ ഉണ്ടാക്കി വെച്ചാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു വീടുണ്ടാക്കി വെക്കാം. ട്രീ ഹൗസ് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്, ലാസ്റ്റ് പൊട്ടി ഇതൊക്കെ നോക്കി. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റീവ് എങ്ങനെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾക്ക് ഒന്ന് ഉറങ്ങി നീക്കാം. അപ്പോൾ അതിനൊക്കെ രാവിലെ ആയിക്കോളും. അയ്യോ എടുക്കാൻ മറന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ ബെഡ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഉറങ്ങാണ്. ഇതിങ്ങനെ നിൽക്കുക, ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ചാപ്പുണ്ട്, ചാറ്റും ഉണ്ട്, ലീവ് ബെഡുണ്ട്. അപ്പോൾ നമ്മൾ ലീവ് ബെഡ് ഒന്നും ചെയ്യണില്ല, നമ്മൾ രാവിലെ ആവും. ഇപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ മൈനിങ് ആണല്ലോ അല്ലേ ഫസ്റ്റ് അത്. അപ്പോൾ ഞാൻ ഇതൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് കുത്തണ കൈക്കോട്ട് എടുക്കാം ഗൈസ്. കൈക്കോട്ട് നമുക്ക് ഗോൾഡും ഉണ്ട്, ഫുൾ ഗോൾഡാണ്, നമുക്ക് ഗോൾഡ് എടുക്കാം ഗൈസ്. നമ്മൾ കൈക്കോട്ട് എടുത്തിട്ടുണ്ട്. കൈക്കോട്ട് എടുത്തിട്ട് നിലത്തേക്ക് ചാടൽ പേരും ടാസ്ക്കാണ്. ചാടിയിട്ടുണ്ട് നമ്മൾ. കുഴിച്ച് വേണം. ചിലപ്പോൾ ഇവിടെ മൈനിങ്ങിന് ഇതൊക്കെ കിട്ടുള്ളൂ, അല്ലാണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക അറിയോ, പറക്കാനൊക്കെ പറ്റും. ഞാൻ ക്രീപ്പേഴ്സിൻ്റെ വീട് പോവും, അല്ലാണെങ്കിൽ ക്രീപ്പേഴ്സിൻ്റെ സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോയിങ്ങാണ്ട് അവരെ കൊല്ലും. മീൻസ് അവിടെ ചിലപ്പോൾ നമ്മൾ ചെന്ന ഡയമണ്ടൊക്കെ കിട്ടും. എന്നുവെച്ചാൽ അവർ ഒരു പെട്ടിയിൽ ഇങ്ങനെ കൊന്ന് പാത്തൊക്കെ കേൾക്കാനും. അപ്പോൾ ഓല് ആ ഡയമണ്ടൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ക്രീപ്പേഴ്സിൻ്റെ വീട് തിരഞ്ഞു പോകണം. അത്ത കേസ് ഒന്ന് നൈസായിട്ടൊന്ന് പോയേക്കാം. ചിലപ്പോൾ ഇവിടെ ആയിട്ടാണ് ഡയമണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയത്. പ്രാവശ്യം കിട്ടുന്ന അത്ര അത് കേസ് ഞാൻ പോയതാണ്. കണ്ടു ടോർച്ചാണല്ലോ, ഞാൻ പോയടത്തൊക്കെ ടോർച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പോയി നോക്കാം. അയ്യോ ഗൈസ്, ഇത് ഒരു മാതിരി. അയ്യോ ഗൈസ്, അയ്യോ ഗൈസ്, ഇതൊരു വെള്ളമാണ്, ടാപ്പാണ്. അയ്യോ ആ കേവ്, ആ കേസ് ഇങ്ങോട്ട് ഞാൻ പോയില്ല. നമുക്ക് ഇങ്ങോട്ടൊക്കെ ചെന്ന് നോക്കാം. ടോർച്ചൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോണത്. അയ്യോ തേങ്ങാക്കൊലൊന്നും കാണുന്നില്ല. നമുക്ക് മേലേക്ക് പോകണോ താഴത്തേക്ക് പോകണോ എന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പം ഞാൻ നേരെ താഴത്തേക്ക് കണ്ണും ജിമ്മേന് പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കണ്ണുപോലും കാണില്ല, അമ്മ ഇട്ടാണ് വലിയ ഇവരിത് നമ്മൾ ട്രാപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. അതോ ട്രാപ്പറാണ്. അപ്പോൾ നമ്മൾ പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, ഇവർ ഇതിൻ്റെ അടിയിലും ചിലപ്പോൾ ഉണ്ടാക്കിയേക്കും. ഇതിൽ ആ ടീമാണ് നമ്മളിപ്പോൾ കണ്ടോ. ഞാൻ കഴിച്ച് പറഞ്ഞ കൈ ഇവർ സീക്രട്ടായിട്ടാണ് അധികം ഉണ്ടാക്കിക്കാറ്. നമുക്ക് നൈസാണ് ചെന്നോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈൻ ചെയ്ത് അതാണ്. ഇപ്പോൾ കേസ് ഇവിടെ ഒന്നുമില്ല, നമ്മൾ ട്രാപ്പറാണ്. ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ ചോദിച്ചാൽ ഇതാക്കില്ല, അതിനെ എങ്ങനെ നോക്കിയാൽ ലാഭം. ഇന്നത്തെ കണ്ടന്റ് എന്താ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, വെറുതെ കളിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. വെറുതെ കളിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഇടാന്ന് എഴുതി. അപ്പോൾ അങ്ങനെ അതാ കണ്ടോ, അതാ ഡയമണ്ട് അല്ല, എന്നാലും അതിൻ്റെ ഒരു മറ്റേ മുക്കോട്ട തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നീസ് മേലോട്ട് പോകാൻ നല്ല ആയുണ്ടാവും, കാരണം അത്രയും നിലത്തോടെ നമ്മൾ വീണിട്ടുള്ളത്. നേരെ പോവാ. നമ്മളവിടെ ചെയ്യുമ്പോൾ രാവിലെ ആയിട്ടുണ്ടാവും ഗൈസ്, മിക്കവാറും മേലെത്തിയിട്ടുണ്ട് രാവിലെ ഗൈസ്. രാത്രി ആയിട്ടുണ്ടാവും ഇല്ലേ? ഓ ഗൈസ് രാവിലെ ആയിട്ട് തന്നെയാണ്. ഒരു വൈകുന്നേരം ഒരു ഇല്ലേ. അപ്പോൾ നമ്മൾ ഒരു വീടുണ്ടാക്കി വെക്കുകയാണ്. വീട് എന്ന് പറയുമ്പോൾ ചെറിയൊരു കുടിൽ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ വൈറ്റ് ബ്ലോക്കാണ് ഉണ്ടാക്കുന്നത്.
നമ്മളിതാ വൈറ്റ് ബ്രോക്കോട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു എത്ര ചെറിയ വീടാണെന്ന് വെച്ചാൽ അതായത് നമ്മൾ സാമ്പിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. 5 ഇടയ്ക്കിടയ്ക്ക് അറിയാം നല്ല അടിപൊളി ഗെയിമാണെന്ന് നോക്കിയേ. അപ്പോൾ വെറുതെ ഒന്ന് കളിച്ച് നോക്കിയതാണ്. അപ്പോൾ കളിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്നും ഇതാക്കട്ടെ. അങ്ങനെ വീടുണ്ടാക്കാനും വയ്ക്കില്ല ഇവർ മറ്റേ ഞാനിനി ഗെയിം തെറാപ്പീസിനൊക്കെ ഫാനാണ്. അങ്ങനെ കണ്ട് പുതിയൊരു വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഇത് എനിക്ക് ഓലെ മരുന്ന് വീടുണ്ടാക്കാൻ വയ്ക്കുന്നെങ്കിലും എനിക്ക് പറ്റുന്ന വരെ ഞാൻ ഉണ്ടാക്കും. കാരണം ഞാൻ അങ്ങനെ തോറ്റെടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ്, അതിൻ്റെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ എനിക്ക് പറ്റുന്ന മാതിരി ഉണ്ടാക്കുകയുള്ളൂ. ഓലുണ്ടാക്കുന്ന മാതിരി വലിയ വലിയ വീടിന് ഞാൻ ഉണ്ടാക്കില്ല, എനിക്ക് ഉണ്ടാക്കാൻ വയ്ക്കൂല. ഇനിയിപ്പോൾ അത് ചെയ്ത് പഠിക്കണം. അപ്പോൾ നല്ല ടഫാണ് അവരൊക്കെ ഉണ്ടാകുന്ന വീട്. എന്താ വെച്ചാൽ അത്രയും പെർഫെക്ഷനിലേ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനൊരു ഇതുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ഫുൾ വൈറ്റ് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചില്ലാക്കാന്നാണ് എൻ്റെ ഒരു ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. 2 അട്ടി. അയ്യോ ചെറിയൊരു വീട് മാറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. മെത്താന്നൊക്കെ പറയും ചില കൊടുത്ത്. ഞാൻ മാറ്റൊന്നും അറിയില്ല, ബാക്കിയുള്ളടത്ത് വെച്ചറിയില്ല കേട്ടോ. അപ്പോൾ ആ മാറ്റെന്ന് അറിയില്ലേ ഇവിടെ എന്തോ ഒരു ഇതുപോലെ ഇവിടെ ഒരട്ടി കൂടുതലാണ്. അപ്പോൾ ഗ്യാസ് ഇവിടെ ഫുള്ള് കേണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലൊക്കെ കൊണ്ടണം, നമുക്ക് വെക്കാം. ഇത്ര മതി ചില്ല്, ഓവറാണല്ലോ. അപ്പോൾ ഞാൻ ഒരട്ടി മതിയില്ലേ. നമുക്ക് മറ്റേ വിടാനുണ്ടാവില്ലേ. എങ്ങനെ വെച്ചാൽ ഈ ഗെയിം തെറാപ്പിസ്റ്റൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കണ ഒരു മേൽക്കൂര വേറെ രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കട്ടെ. ആ ഫുൾ വൈറ്റാണ് നമ്മൾ വേറെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിക്കൂടെ ഇതും കൂടി എങ്ങനെയാണെന്നൊന്നും ഇച്ചറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുകയാണ്. ഇത് നല്ല പേടി കേട്ടോ. ഈ വീടാണ് കുളമായ പോയി കയ്യിൽ നിന്ന് പോയി ഗൈസ്. അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെറുതെ സാമ്പിളിങ് പറയാൻ പറ്റില്ല. എനിക്ക് പേടിയാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ എങ്ങനെ നിൽക്കുക വെച്ചാൽ ഒരു രീതിയിലൊക്കെയാണ് നിൽക്കുമ്പോഴാണ് അതാവും. അയ്യോ ഈ തേങ്ങ അതൗട്ടായ പിന്നെ സുഖമാണ്. ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ വൈറ്റ് ആണല്ലോ. അപ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ടാവും ഉള്ളിൽ നിന്ന് കാണാൻ. നമ്മളിനി ഫാനൊന്നും ഇല്ലല്ലോ. ഫാനൊക്കെ ഇല്ല, മറ്റേ ലൈറ്റ് അങ്ങനത്തെ വെക്കും. അപ്പോൾ വീട് അങ്ങനെ സെറ്റായി വരുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യില്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പേരില്ല എല്ലാവരും വന്നിക്കണ കൊണ്ടുണ്ട് ഒച്ചപ്പാടാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ കൂടി നിങ്ങളൊക്കെ എടുക്കുക റിസ്ക്കാണ്. അത്ര റിസ്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ കണ്ടൻസൊക്കെ ഇടുന്നത്. അങ്ങനെ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കുറേ വ്യൂവേഴ്സ് ഉണ്ട്. ഒരു 2K ആയിപ്പോൾ വ്യൂവേഴ്സ്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എൻ്റെ എല്ലാവരും പറയുന്നത് എനിക്കൊണ്ട് അതൊന്നും കഴിയില്ല എന്നൊക്കെ. ഗൈസ് നിങ്ങൾ വിചാരിച്ച എന്തായാലും ഗൈസ്. അപ്പോൾ ആ ചുവപ്പ് ബട്ടൺ നെക്കിന് പുറത്തേക്ക് ഗൈസ്. എല്ലാവരും കാണുന്ന എല്ലാവരും പ്ലീസ് ഗൈസ്, നിങ്ങൾക്കതൊരു നെക്കലാണെങ്കിൽ ഞങ്ങൾക്ക് അതിലൂടെ വലിയ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് അതിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം കാണുക ഗൈസ്. സബ്സ്ക്രൈബും ലൈക്കും പിന്നെ അപ്പുറത്തെ ബെല്ല് ഒന്ന് ക്ലിക്ക് അടിച്ചാലും കൂടി മതി. അത് നിങ്ങൾക്ക് ഒരു ഇതാണെങ്കിൽ ഞാൻ പിന്നെ പറയുന്നത് എനിക്ക് അത്രയും സങ്കടമായി. കാരണം എത്ര ആൾക്കാർ കാണുന്നുണ്ട് അറിയോ, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എൻ്റെ എല്ലാവരും പറഞ്ഞു എന്നെക്കൊണ്ടൊന്നും കഴിയില്ലടാ, ഇജ്ജ് വേറെ പണി വെക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങളെ ഇതാക്കിയിട്ട് മാത്രമാണ് ഞാൻ പിന്നെയും ഇടുന്നത്.
അപ്പോൾ ഞാനിപ്പോൾ ഇത് 4ാമത്തെ 5ാമത്തെ വീഡിയോ. ഞാൻ വേറൊരു ഗെയിമിലാണ് ലെവൽസ് ഇടല്. അതിലെനിക്ക് ഒരു ക്യാമറ ആയി, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ആണ്. എൻ്റെ എല്ലാവരും ഞാൻ താല്പര്യമാണ്, പക്ഷേ നിങ്ങളെ ഇത്ര വ്യൂവേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തരുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ ചെറിയൊരു ഉറപ്പുണ്ട്, എനിക്ക് ചിലപ്പോൾ അടിക്കുമെന്ന്. അങ്ങ് അടിച്ചു തരിക. ഒരു 1K എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് 1K ഒക്കെ ആക്കുക ഗൈസ്. അപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും നിങ്ങൾ ആക്കുക. 100 ഇനി 1Kയോ 2Kയോ അത്രയും പ്രശ്നമില്ല. നിങ്ങളൊരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും അത്രയെങ്കിലും ആക്കുക ഗൈസ്. കാരണം നിങ്ങളിപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കിപ്പോൾ 2K അടിച്ചിട്ടുണ്ടാകും സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ നിങ്ങൾ അടിക്കുന്നില്ല, അത് വേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇതല്ലേ ഗൈസ്, പറ്റുന്ന രീതിയിൽ എല്ലാവരും അടിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ ഡോറും കൂടി വെക്കുകയാണ്. ഡോറ് ഞാൻ സാധാ ഡോറാണ് വെക്കുന്നത്. എന്തിനായാലും ഡോറ് തുറന്നാൽ പോലെ. അപ്പോൾ ഗൈസ് നമ്മളെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഇതിങ്ങനെ ആകണം, ആകെ സുഖമില്ല. ടോർച്ച് വെച്ചിട്ടുണ്ട്. മേലെ ഒരു സാധനം വെക്കണ്ടേ, കാണിച്ചതാണ്. മേലെ നമ്മൾ വെറൈറ്റി ഒരു ടോർച്ച് വെക്കുന്നുണ്ട്, കാണിച്ചു തരാം. പക്ഷേ ടോർച്ച് ഇതിലുണ്ടായി നമ്മൾ ഗൈസ്, ബട്ട് അത് കാണാമല്ല. അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. എല്ലാം തപ്പി വെക്കാം. ഇതിൽ നോക്കട്ടെ, പേരൊക്കെ ചെയ്തിട്ടോ, പേരുന്ന അതൊക്കെ ഉണ്ട് ഇതിൽ. ഗെയിമിനെ കുറിച്ച് പറയാൻ അടിപൊളി ഗെയിമാണ്, നല്ല ഗ്രാഫിക്സൊക്കെയാണ്. ബട്ട് ചില സാധനങ്ങൾ അത്ര ഇതിൽ പെർഫെക്ഷനിലും അങ്ങനെയല്ല. ഞാൻ കുറേ ഗെയിമുകൾ കളിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കണം. ടോർച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ടോർച്ച് വേണ്ട കേസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുണ്ട്. ബെഡ് വേണമല്ലോ. ബെഡ് ഞാനൊരു റെഡ് ബെഡാണ് എല്ലാവരും കാണാൻ. അപ്പം ഞാൻ റെഡ് ബെഡ് ഇട്ടത്. ഈ ബെഡ് ഇടാം. സോറി മേഗേഷ്, മാറ്റ് ഇടുന്നല്ലോ അല്ലേ, ഞാൻ മറന്നു. നമ്മൾ 2 ബെഡാണ് ഇടുന്നത്. അപ്പോൾ 2 ബെഡിന് അവിടെ മാത്രം മാറ്റ് ഇടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ. എന്താ സംഭവിച്ചപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ മാറ്റ് ഇടാൻ എന്താ ഓപ്ഷനാണ് മാറ്റ് തപ്പ് ഇതിലായിരിക്കും മാറ്റ് ഗൈസ്. ആദ്യ മാറ്റ് ഫുൾ വൈറ്റാണ്. വൈറ്റ് കാർപ്പറ്റ് തന്നെ ഇടുക. കാർപ്പറ്റ് ഇടുകയിൽ ഇതാണ് പണി. കാരണം ഇപ്പോൾ ഇത് പുറത്തേക്കാണ് പോയെന്ന് വെച്ചാൽ അത് പോയി ഗൈസ്, അത് കജ്ജിട്ട് പോയി. പിന്നെ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ നമ്മളെ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് പോരും. അപ്പോൾ ഞാൻ വീണ്ടും വരെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടു ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീട് റെഡിയാക്കട്ടെ. പിന്നെ നിങ്ങൾ കമൻറ്റിൽ പേര് ഇട്ടാൽ ഞാൻ കുറേ വീടുകളുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ നിങ്ങളെ പേര് ചെയ്തു. അത് നിങ്ങൾ ഇട്ടാൽ ഞാൻ വീട്ടിൽ നിങ്ങളെ പേര് ചെയ്തു. ഞാൻ ഇതിട്ടോ. ഇനി ബാക്കിയുള്ളതൊന്നും ചോദിച്ചറിയില്ല. ഞാൻ പേര് ചെയ്തു. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ചെയ്യും. അത് ഞാൻ പണ്ടായിരുന്നു. ഗൈസ് രാത്രി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ചവിടി വെച്ചിട്ട് ബാക്കി പണിയാക്കും. ഓപ്പൺ ചെയ്തിലേക്കിപ്പോൾ ഒന്നുമില്ല, ആരുമില്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ നോക്കി കഴിച്ചിട്ടപ്പോൾ കാര്യം 3 വെച്ചു. ഇനി ഇവിടെ ലാമ്പൊന്നും വെക്കണ്ട. ഇത്ര ഉള്ളു. നമ്മൾ ചെറിയ വീടാണ് ഉണ്ടാക്കണേ ഗൈസ്. ശോകം. ലൈറ്റില്ലാതെ വേറെ പരിപാടി ഇല്ലല്ലോ. ഇതിങ്ങനെ ഇറക്കണം. അയ്യോ എന്തിറക്കാൻ പറ്റാതെ ഇതെന്താ? ഇത് സ്വിച്ചാണോ? സ്വിച്ചാണ് എടുത്തത്. സ്വിച്ച് പണിയാണ് ഗൈസ്. അപ്പോൾ അതൊന്ന് മാറ്റട്ടെ. ഇപ്പോഴൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആകുമ്പോഴത്തേനും വെക്കാം. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒറ്റ സ്നാപ്പിന് ബൈ.